ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ലോക്കൽ സ്റ്റോറേജിനെ കുറിച്ചാണ്. ഒരു വെബ്സൈറ്റ് ഉപയോഗിക്കുമ്പോൾ ആ വെബ്സൈറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ, അതായത് ആ വെബ്സൈറ്റ് ഉപയോഗിക്കുമ്പോൾ യൂസർ എന്തെങ്കിലും കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആ വെബ്സൈറ്റിൽ പിന്നീട് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ബ്രൗസറിൻ്റെ ലോക്കൽ സ്റ്റോറേജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ലോക്കൽ സ്റ്റോറേജ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ലോക്കൽ സ്റ്റോറേജ് ഉപയോഗിക്കൊണ്ടുള്ള ബെനിഫിറ്റ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് അല്ലെങ്കിൽ ബ്രൗസർ നമ്മൾ ക്ലോസ് ചെയ്താലും അത് നഷ്ടപ്പെട്ടു പോകുന്നില്ല. അതായത് ഇപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിലൊരു ഫോമോ അല്ലെങ്കിൽ പ്രത്യേകം കാര്യങ്ങളൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു, പിന്നീട് നമ്മൾ ആ ബ്രൗസർ ക്ലോസ് ചെയ്തിട്ട് പിന്നീട് എപ്പോഴേലും നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്തു വെച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിന്ന് വീണ്ടും നമുക്ക് ലോക്കൽ സ്റ്റോറേജിൽ നിന്നും ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ട, ഇത് സുരക്ഷിതമായൊരു മാർഗമല്ല. ഏത് കോഡ് വെച്ചിട്ടും ആർക്ക് വേണമെന്നുണ്ടെങ്കിലും നമ്മളെ ബ്രൗസറിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ച ലോക്കൽ സ്റ്റോറേജിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ആക്സസ് ചെയ്തെടുക്കാം. ഇതേ രൂപത്തിൽ തന്നെ നമ്മൾ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബ്രൗസറിൻ്റെ ഉള്ളിൽ കുക്കി ഉപയോഗിച്ചിട്ട് നമുക്ക് ഫയലുകൾ സ്റ്റോർ ചെയ്യാമെന്ന്. അപ്പോൾ ആ കുക്കി ഉപയോഗിച്ചിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫയലുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലോക്കൽ സ്റ്റോറേജിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യാം. പിന്നെ ഇതൊരിക്കലും ഒരു ഡാറ്റാബേസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ്റെയോ നമുക്ക് പിന്നീട് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള വിവരങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോക്കൽ സ്റ്റോറേജിനെ നമുക്കൊരു ഡാറ്റാബേസുമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അത് ഏതൊരു സൈറ്റിൽ അല്ലെങ്കിൽ ഒരു ബ്രൗസറിൽ നമ്മൾ സ്റ്റോർ ചെയ്ത ലോക്കൽ സ്റ്റോറേജ് ആ ബ്രൗസറിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. വേറൊരു കമ്പ്യൂട്ടറിൽ നമുക്ക് ഈ മുമ്പ് സേവ് ചെയ്ത സ്റ്റോറേജ് ഒരിക്കലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ എന്തൊക്കെയാണ് ലിമിറ്റേഷൻ ഓഫ് ലോക്കൽ സ്റ്റോറേജ് നോക്കാം. ഇത് ഉപയോഗിച്ച് യൂസർ നെയിം അതേപോലെ തന്നെ പാസ്വേഡ് ഇങ്ങനെയുള്ള കോൺഫിഡൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കിത് ഉപയോഗിച്ചിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. മാക്സിമം 5 MB വരെയുള്ള ഡാറ്റ മാത്രമേ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റൂ. ഓക്കെ, അതേപോലെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. ഇതിനൊരു കാലാവധി ഒന്നുമില്ല, അതായത് ഇത്ര കാലം വരെ മാത്രമേ നമുക്ക് ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റൂ എന്നൊന്നും ഇതിന് നിശ്ചിത സമയമൊന്നും പറയുന്നില്ല. എത്ര കാലമാണോ നമ്മളെ ബ്രൗസറിൽ അല്ലെങ്കിൽ ലോക്കൽ ഡാറ്റ സ്റ്റോറേജ് നമ്മൾ ക്ലിയർ ചെയ്യുന്നത് വരെ തന്നെ നമുക്ക് ഈ ഡാറ്റാസ് നമ്മളെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രൗസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇതൊരു ചെറിയ കോഡ് ഉപയോഗിച്ചിട്ട് തന്നെ ഇതിൻ്റെ ഡാറ്റകൾ മുഴുവൻ നമുക്ക് ക്ലിയർ ചെയ്യുകയും ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ലോക്കൽ സ്റ്റോറേജിൽ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയൊരു കമൻറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഫംഗ്ഷനെ കോൾ ചെയ്താൽ തന്നെ ഇതിൻ്റെ ഉള്ളത്തെ ഡാറ്റാസ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലോക്കൽ സ്റ്റോറേജ് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇതിൽ ഞാൻ മുമ്പ് ചെയ്ത ഫയലുകളൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ HTML എന്ന് ഓപ്പൺ ചെയ്തു. എന്നിട്ട് നമുക്ക് ഒരു ബോഡിന്ന് ചേർത്ത് കൊടുക്കാം. അതായത് HTML നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ബോഡിന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ ഒരു ഡിവ് കൊടുത്തു. ഈ ഡിവിന് നമ്മളൊരു ID ചേർത്ത് കൊടുത്തു. ഈ ID ഞാനിവിടെ വന്ന് റിസൾട്ട് എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, വേറെ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഗെറ്റ് എലമെൻറ്റ് ബൈ ID ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളത്തെ ഡാറ്റാസ് മുഴുവൻ ആക്സസ് ചെയ്തെടുക്കേണ്ടതാണ്. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്നൊരു സ്ക്രിപ്റ്റ് എന്നുള്ള, അതായത് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ബ്രൗസർ ഈ ലോക്കൽ സ്റ്റോറേജ് സപ്പോർട്ട് ചെയ്യണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അതിന് നമ്മളിവിടെ വന്ന് ഈഫ് എന്ന് എഴുതുക. എന്നിട്ട് ഇവിടെ വന്ന് ടൈപ്പ് ഓഫ് എന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് സ്റ്റോറേജ് എന്ന് ചേർത്ത് കൊടുക്കുക. അതായത് ലോക്കൽ സ്റ്റോറേജ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് സ്റ്റോറേജ്. എന്നിട്ട് ഇവിടെ വന്ന് നോട്ട് ഈക്വൽ ടു അൺഡിഫൈനഡ്, അതായത് നമ്മൾ ഡബിൾ കൊട്ടേഷനുള്ളിൽ അൺഡിഫൈനഡ് നോക്കുക. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ ഈ ലോക്കൽ സ്റ്റോറേജ്, അതായത് നമ്മളെ ബ്രൗസർ ഈ ലോക്കൽ സ്റ്റോറേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ നമ്മളെ ബ്രൗസർ ലോക്കൽ സ്റ്റോറേജ്
സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വന്ന് ലോക്കൽ സ്റ്റോറേജിൻ്റെ ഉള്ളിൽ അപ്പോൾ നമ്മളിവിടെ വന്ന് ലോക്കൽ സ്റ്റോറേജ് എന്ന് എഴുതി. അതിനുശേഷം നമ്മളിവിടെ വന്ന് സെറ്റ് ഐറ്റം, അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് നമുക്ക് സെറ്റ് ചെയ്യാം. ആദ്യം തന്നെ ഞാനൊരു വേരിയബിൾ നെയിം കൊടുത്തു. ഞാൻ ഫസ്റ്റ് നെയിം എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിവിടെ ഒരു കോമ ഇട്ടതിന് ശേഷം ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് പേരാണോ സ്റ്റോർ ചെയ്യേണ്ടത് അത് നമ്മൾ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ കൊടുത്ത ഈ ഡാറ്റാസ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ വന്ന് ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി, എവിടെയാണോ നമുക്ക് ഈ ആൻസർ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതിൻ്റെ പേര് ചേർത്ത് കൊടുക്കുക. നമുക്കിപ്പോൾ റിസൾട്ട് എന്ന ഡിവിൻ്റെ ഉള്ളിലാണ് നമുക്കിതിൻ്റെ ആൻസർ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ റിസൾട്ട് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് ഡോട്ട് ഇട്ടതിന് ശേഷം ഇന്നർ HTML എന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ വന്ന് ഈക്വൽ ടു ലോക്കൽ സ്റ്റോറേജ്, നമ്മൾ എവിടെയാണോ സ്റ്റോർ ചെയ്തത് അത് നമ്മൾ ഇവിടുന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഗെറ്റ് ഐറ്റം, നമുക്ക് ഏത് ഐറ്റം ആണോ ഗെറ്റ് ചെയ്യേണ്ടത്, ആദ്യം സെറ്റ് ഐറ്റം ആണ്, നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ വാല്യൂസ് ആക്സസ് ചെയ്തെടുക്കാൻ നമ്മൾ സെറ്റ് ഐറ്റം എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ അതിന് കൊടുത്ത വേരിയബിൾ നെയിം എന്താണോ അത് ചേർത്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ലോക്കൽ സ്റ്റോറേജ് സെറ്റ് ചെയ്യുകയും അതിൻ്റെ ഉള്ളിലത്തെ ഡാറ്റാസ് ആക്സസ് എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഈ ലോക്കൽ സ്റ്റോറേജ് സപ്പോർട്ട് ചെയ്യണില്ലെങ്കിൽ എന്ത് മെസ്സേജ് പ്രിൻ്റ് ചെയ്യണം എന്നാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എൽസ് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ഡോക്യുമെൻ്റ് ഡോട്ട് അതിനുശേഷം ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി, അതിനുശേഷം നമ്മളിവിടെ വന്ന് റിസൾട്ട് പ്രിൻ്റ് ചെയ്യേണ്ടത് നമുക്ക് റിസൾട്ട് എന്ന ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് റിസൾട്ട് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ വന്ന് ഇന്നർ HTML, നമുക്ക് അവിടെ എന്താണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് നമുക്കിവിടെ വന്ന് ഇന്നർ HTML നമുക്കിവിടെ വന്ന് നോട്ട് സപ്പോർട്ടഡ്, എന്ത് മെസ്സേജാണോ നമുക്ക് സപ്പോർട്ട് ചെയ്യാത്ത ബ്രൗസറിൽ നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സേവ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മളെ ബ്രൗസറിൽ ഇത് റൺ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് പേരിലാണോ അല്ലെങ്കിൽ ഏത് പേരിലാണോ നമ്മൾ ലോക്കൽ സ്റ്റോറേജിൻ്റെ ഉള്ളിൽ ആ ഫയൽ സ്റ്റോർ ചെയ്തതെന്നും ആ സ്റ്റോർ ചെയ്ത വാല്യൂ നമുക്കിവിടെ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുകയും ചെയ്യും. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ വീണ്ടും ഇതിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. മുമ്പ് ചെയ്തതൊക്കെ ഞാൻ ഇവിടുന്ന് ക്ലിയർ ചെയ്തു. അതിനുശേഷം ഞാനിവിടെ വന്ന് HTML എന്ന് എഴുതി. ഓക്കെ, HTML എന്ന് എഴുതി. അതിനുശേഷം നമ്മളിവിടെ വന്ന് ജസ്റ്റ് ഹെഡ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്കിവിടെ ഒരു ഫംഗ്ഷന് ക്രിയേറ്റ് ചെയ്യണം. അതായത് നമ്മൾ ഫംഗ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ്, അതായത് ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഫംഗ്ഷന് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ഫംഗ്ഷന് ചേർത്ത് കൊടുത്തു. ഫംഗ്ഷൻ്റെ പേര് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കുക. ഞാൻ ആഡ് എന്ന് ചേർത്ത് കൊടുത്തു. എന്ത് പേര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്താണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ലോക്കൽ സ്റ്റോറേജ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഞാനിവിടെ വന്ന് ടൈപ്പ് ഓഫ് എന്നിട്ടതിന് ശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റോറേജ് നേരത്തെ നമ്മൾ കൊടുത്ത അതേ രൂപത്തിൽ തന്നെ നമ്മളിത് കണ്ടിന്യൂ ചെയ്യുക. നോട്ട് ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു എന്നിട്ട് ഇവിടെ വന്ന് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ അൺഡിഫൈനഡ് ഇട്ടു. അതായത് നമ്മളിവിടെ നമ്മുടെ ബ്രൗസറിൻ്റെ ഉള്ളിൽ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇതിൻ്റെ ഉള്ളിൽ മറ്റൊരു ഈഫ് കൂടി, നെസ്റ്റഡ് ഈഫാണ്. എന്നിട്ട് ഇവിടെ വന്ന് നമുക്ക് ഇവിടെ ചേർത്ത് കൊടുക്കുകയാണ് ലോക്കൽ സ്റ്റോറേജ് ഡോട്ട് അതിനുശേഷം ക്ലിക്ക് കൗണ്ട്. നമുക്കിവിടെ ഒരു ഫംഗ്ഷനാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ക്ലിക്ക് കൗണ്ട് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ വന്ന് ബ്രാക്കറ്റ് വീണ്ടും നമ്മളിവിടെ ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മൾ ലോക്കൽ സ്റ്റോറേജ്, നമ്മളൊരു വേരിയബിളാണ് ലോക്കൽ സ്റ്റോറേജ്. എന്നിട്ട് ഇവിടെ വന്ന് ക്ലിക്ക് കൗണ്ട്, നമ്മൾ നേരത്തെ കൊടുത്ത ആ വേരിയബിൾ, അതായത് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുത്ത വേരിയബിളാണ് ഈക്വൽ ടു നമ്പർ എന്ന് ചേർത്ത് കൊടുത്തു. അതായത് നമ്പറാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. നമ്പർ എന്നിട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ലോക്കൽ സ്റ്റോറേജ് ഡോട്ട്
ക്ലിക്ക് കൗണ്ട്, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഓരോ തവണ എന്ത് ചെയ്യണം, 1 എന്ന വാല്യൂസ് ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് ആൾറെഡി നമ്മൾ ഈ ക്ലിക്ക് കൗണ്ട് എന്നുള്ളതിൽ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യണം, ഓരോ വാല്യൂസ് വെച്ച് കൂടണം. ഇനി അതല്ല നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇതിലേക്ക് കയറുന്നതെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്യണം. എൽസെ ഇട്ടതിന് ശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ വന്ന് ലോക്കൽ സ്റ്റോറേജ്, അതായത് അതിൻ്റെ വാല്യൂ ഫസ്റ്റ് വാല്യൂ എന്നുള്ളത് ക്ലിക്ക് കൗണ്ട് ഈക്വൽ ടു 1, അതിൻ്റെ ഫസ്റ്റ് വാല്യൂ 1 എന്ന് നമുക്കിവിടെ ചേർത്ത് കൊടുക്കണം. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഈ കൊടുത്ത വാല്യൂസ് നമുക്ക് ജസ്റ്റ് ഇവിടെ പ്രിൻറ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത രൂപത്തിൽ തന്നെ നമുക്കിവിടെ വന്ന് ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID, അതിനുശേഷം നമുക്ക് റിസൾട്ട് പ്രിൻറ്റ്, അതായത് നമുക്ക് ആൻസർ വരാൻ നമ്മൾ റിസൾട്ട് എന്നുള്ളൊരു ഡിവ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിസൾട്ട് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് റിസൾട്ട് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഇന്നർ HTML എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യണം യു ഹാവ് ക്ലിക്ക്ഡ് ദ ബട്ടൺ. എത്ര തവണ നമ്മൾ ക്ലിക്ക് ചെയ്തിരിക്കണു എന്നുള്ളതാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഇനി നമ്മളിവിടെ വന്ന് ലോക്കൽ സ്റ്റോറേജ് ഡോട്ട് ക്ലിക്ക് കൗണ്ട് പ്ലസ് നമുക്കിതിൽ നേരത്തെ എത്ര തവണ ഇതിൽ ക്ലിക്ക് ചെയ്തിരിക്കണു എന്നുള്ളതാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ടൈംസ് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നമ്മൾ എൽസെ പാർട്ടാണ്, അതായത് നമ്മളെ കമ്പ്യൂട്ടറിൽ ഈ ലോക്കൽ സ്റ്റോറേജ് എന്നുള്ളത് വർക്ക് ചെയ്യണില്ലെങ്കിൽ എന്ത് പ്രിൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിവിടെ വന്ന് എൽസേൻ്റെ ഉള്ളിലായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ ചെയ്ത രൂപത്തിൽ തന്നെയാണ് നമുക്ക് വർക്ക് ചെയ്യണില്ല, അതായത് ലോക്കൽ സ്റ്റോറേജ് നമ്മളെ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യണില്ല എന്ന് നമുക്കൊരു മെസ്സേജ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ കൊടുത്ത അതേ രൂപത്തിൽ തന്നെ നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. റിസൾട്ട് ഡോട്ട് ഇന്നർ HTML ഈക്വൽ ടു നോട്ട് സപ്പോർട്ടഡ് എന്ന് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അതായത് ഇന്നർ ലോക്കൽ സ്റ്റോറേജ് നമുക്കിതിൽ വർക്ക് ചെയ്യണില്ല എന്ന് നമുക്കിവിടെ ഒരു മെസ്സേജ് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് നമുക്കിവിടെ ഈ ഫങ്ഷൻ, അതായത് ആൾറെഡി ഇതിൽ സെറ്റ് ചെയ്ത് ഇപ്പോൾ നമ്മൾ ഒരു വട്ടം ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ അങ്ങനെ കൂടി വരുന്നുണ്ട്. ഇത് നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബട്ടണ്, ഒരു ഫങ്ഷന് കൂടി നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫങ്ഷൻ എന്നിട്ട് ഇതിൻ്റെ പേര് ഞാൻ ക്ലിയർ എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വാല്യൂ എന്താണോ വേണ്ടത് ചേർത്ത് കൊടുക്കാം. വിൻഡോ ഡോട്ട് എന്നിട്ട് ഇവിടെ വന്ന് ലോക്കൽ സ്റ്റോറേജ് അതെന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം. ക്ലിയർ എന്നുള്ള ഫങ്ഷനെ നമുക്ക് ഇങ്ങോട്ട് കോൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കത് ക്ലിയർ ചെയ്ത് പോവുകയും വേണം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ വന്ന് ബോഡി ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ബോഡി എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ഡിവ് ആണ് കൊടുക്കുന്നത്. നമുക്ക് ആൻസറൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിവ് കൊടുത്തത്. അപ്പോൾ ഡിവിൻ്റെ ID നമ്മളിവിടെ വന്ന് ഈക്വൽ ടു റിസൾട്ട്, അതായത് ആൻസർ ഇവിടെയാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ റിസൾട്ട് എന്ന് ചേർത്തു. അതിനുശേഷം നമ്മളിവിടെ രണ്ട് ബട്ടണാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ ബട്ടൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കൗണ്ട് കൂടി വരാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് കൂട്ടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഒന്നാമത്തെ ബട്ടൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ ബട്ടൺ എന്ന് ചേർത്തു. അതിനുശേഷം ഈ ബട്ടണ് നമ്മളൊരു ഓൺ ക്ലിക്ക് ചേർത്ത് കൊടുത്തു. ഓൺ ക്ലിക്ക് എന്ന് ചേർത്തു. അതിനുശേഷം നമ്മൾ ആഡ് എന്നുള്ള ഫങ്ഷനാണ് നമുക്കിവിടെ കോൾ ചെയ്യുന്നത്. അപ്പോൾ ആ ബട്ടണിൻ്റെ പേര്, ആ ഫങ്ഷൻ്റെ പേര് നമുക്കിവിടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ വന്ന് ഇതിന് ഞാൻ ക്ലിക്ക് എന്ന മെസ്സേജ് ചേർത്ത് കൊടുത്തു. ഇനി ഇതേ രൂപത്തിൽ തന്നെ ഇതിൻ്റെ താഴെ ഞാൻ മറ്റൊരു ബട്ടൺ കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബട്ടൺ എന്ന് ചേർത്ത് കൊടുത്തു. ഈ ബട്ടണിന് നമുക്കൊരു ഓൺ ക്ലിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ക്ലിയർ എന്നുള്ള ഫങ്ഷനാണ് കോൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ വന്ന് ക്ലിയർ എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ ആൻസർ ഞാനിവിടെ ക്ലിയർ എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സേവ് ചെയ്ത് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്ക് രണ്ട് ബട്ടണാണ് വരുന്നത്. ഒന്ന് ക്ലിക്ക് എന്നുള്ള ബട്ടണും അതേപോലെ തന്നെ ഒന്ന് ക്ലിയർ എന്നുള്ള ബട്ടണും ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ആദ്യം തന്നെ നമുക്കിവിടെ എന്ത് ചെയ്യാം, ക്ലിക്ക് എന്നുള്ള ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യാം.
അപ്പോൾ നമുക്കിവിടെ എത്ര തവണ ഇതിൽ ക്ലിക്ക് ചെയ്തു എന്ന് നമുക്കിതിൻ്റെ മുകളിലായിട്ട് കാണിച്ചു തരും. അപ്പോൾ 2 വട്ടം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ 2 എന്ന് കാണിച്ചു തരും. അതേപോലെ 3 വട്ടമാണ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ 3, 4 അങ്ങനെ എത്ര തവണയാണോ വേണ്ടത് അത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്തു. ഇനി ഇത് വീണ്ടും നമ്മളൊന്ന് ലോഡ് ചെയ്യുകയാണെങ്കിലും പിന്നെയും ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടായിരിക്കും നമുക്കിത് ആൻസർ ഡിസ്പ്ലേ ചെയ്ത് വരിക. ഇനി ഇതിൽ ഞാൻ ക്ലിയറിലൊന്ന് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇത് ഞാൻ വീണ്ടും ലോഡ് ചെയ്തു. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ചേഞ്ച് ചെയ്യാം. ഇവിടെ ഞാൻ ക്ലിയർ എന്നുള്ളതിന് മാറ്റി ഇതിൻ്റെ കൂടെ ഒരു നമ്പർ കൂടി ചേർത്ത് കൊടുക്കുന്നു. ക്ലിയർ ചിലപ്പോൾ ഇൻബിൽഡ് ഫങ്ഷൻ ആയിരിക്കാം. അപ്പോൾ ഞാനത് മാറ്റി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെയും ഞാനിത് മാറ്റുന്നുണ്ട്. ഓക്കെ, വീണ്ടും നമ്മൾ ഇതിലേക്ക് വന്നു, ക്ലിക്ക് ചെയ്തു. ഇത് ഞാനൊന്ന് ക്ലിയർ ചെയ്തു. അതിനുശേഷം ഞാനിതൊന്ന് ലോഡ് ചെയ്തു. എന്നിട്ട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നീട് നമുക്കിതായിരിക്കും 1, 2, 3 അങ്ങനെ ആ രൂപത്തിലായിരിക്കും ഡിസ്പ്ലേ ചെയ്ത് വരിക. അപ്പോൾ എന്താണ് ലോക്കൽ സ്റ്റോറേജ് എന്നും എങ്ങനെ ലോക്കൽ സ്റ്റോറേജ് ഉപയോഗിക്കാമെന്നും അതിൻ്റെ ഉള്ളിലത്തെ വാല്യൂസ് എങ്ങനെ ക്ലിയർ ചെയ്യാമെന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.